ഒരു സംവിധായകനായ രാഹുൽ രാമചന്ദ്രൻ ഇപ്പോൾ ഒരു ഇൻഫ്ലുവൻസർ ആയതിൻ്റെ പിന്നിൽ വളരെ വലിയൊരു കഥയുണ്ട് എന്ന് തന്നെ പറയാം. ചിന്നു തന്നെയാണ് അതിന് പ്രധാന കാരണം. ശ്രീവിദ്യ മുല്ലച്ചേരിയുടെ ഭർത്താവ് രാഹുലിനെ കുറിച്ച് തന്നെയാണ് ഈ സംസാരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പോസ്റ്റ് സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നു. ഇതിനപ്പുറം നമ്മുടെ ജീവിതത്തിൽ എന്താണ് വേണ്ടത്? നമ്മുടെ അമ്മ, നമ്മുടെ സ്വന്തം വീട്, നമ്മുടെ ഭാര്യ, നല്ല ഉഗ്രൻ മര, ഇടതുവശത്തും വലതുവശത്തും ഭാര്യയുടെയും അമ്മയുടെയും ചൂട് ചുംബനങ്ങൾ. ഇതിലപ്പുറം ഒരാണിന് അവരുടെ ജീവിതത്തിൽ ഒന്നും ലഭിക്കാനില്ല. ഇതാണ് ഒരു വലിയ സന്തോഷം. കാറോ വലിയ വീടോ ഒന്നുമല്ല, ഇത്തരത്തിലെ സമാധാനം നിറഞ്ഞ സന്തോഷം നിറഞ്ഞ ഒരു വീട്. അതുതന്നെയാണ് എല്ലാവരുടെയും ലക്ഷ്യം. കാറും കൂട്ടുകാരും ഒക്കെ തന്നെ വളരെയധികം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ചർച്ച ചെയ്യുന്ന വിഷയമാണ്, അല്ലെങ്കിൽ എല്ലാവരും വളരെയധികം പറയുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ എന്തെല്ലാം ഉണ്ടെങ്കിലും നമ്മുടെ ജീവിതത്തിൽ ഇതില്ലെങ്കിൽ വളരെയധികം വിഷമമാണ് എന്നാണ് രാഹുൽ പറയുന്നത്. കൂട്ടുകാരുമൊത്ത് കളിച്ചു ചിരിഞ്ഞ് നടന്ന നാളുകൾ എനിക്കുണ്ട്. വീട്ടിലും കയറാതെ അല്ലെങ്കിൽ ബഹളം വെച്ചും അങ്ങനെയൊക്കെ നടന്നൊരു സമയം. പക്ഷേ ഇപ്പോൾ ഇതാണ് എൻ്റെ സമാധാനം. ഏതൊരാണിനെ സംബന്ധിച്ചും, പ്രത്യേകിച്ച് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 30 വയസ്സിന് മുകളിലുള്ള ഏതൊരാണിനെ സംബന്ധിച്ചും ഇതാണ് അവൻ്റെ ജീവിതത്തിലെ അൾട്ടിമേറ്റ് ലക്ഷ്യം. അവൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ വലിയ കാറുകൾ വാങ്ങണമെന്നോ വലിയ വീടുകൾ വാങ്ങണമെന്നോ വലിയ ഫോണുകൾ വാങ്ങണമെന്നോ എന്നത് മാത്രമായിരിക്കില്ല. അതിനേക്കാൾ ഉപരി ഏറ്റവും ആദ്യം മനസ്സിൽ വരുന്നത് ഇത് തന്നെയായിരിക്കും. ഒരു മഴയത്ത് സ്വന്തം വീട്ടിൽ സ്വന്തം ഭാര്യയും അമ്മയും ഇങ്ങനെ 2 കൈകൾ കൊണ്ട് ചേർത്ത് പിടിച്ചു നിർത്താൻ പറ്റുന്നതാണ് ഒരു ആണിനെ സംബന്ധിച്ച് അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യം. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കുമ്പോഴും പ്രേക്ഷകർ അതുതന്നെയാണ് പറയുകയും ചെയ്യുന്നത്. ആരാധകരും വളരെയധികം സ്നേഹത്തോടെയാണ് രാഹുലിനെ കുറിച്ച് സംസാരിക്കുന്നത്. ആദ്യം ഒരു ചെറിയ കഥയായി തുടങ്ങിയതാണ്. പിന്നീട് അങ്ങോട്ട് രാഹുൽ പറയുന്നതെല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാകാൻ തുടങ്ങി. പ്രേക്ഷകർ അത് ഏറ്റെടുക്കാൻ തുടങ്ങി. ഓരോ തവണയും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാൻ തുടങ്ങി. ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് രാഹുലിൻ്റെ ഓരോ കഥകളും കേൾക്കുന്നത്. വളരെ രസകരമായിട്ട് തന്നെയാണ് രാഹുൽ കഥകൾ പറയുന്നത്. ഒരു സംവിധായകനാണല്ലോ, അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് കഥ നന്നായി ആളുകളിൽ എത്തിക്കാൻ അറിയാം. അത് അദ്ദേഹം നന്നായി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. പ്രേക്ഷകരും അത് സമ്മതിക്കുകയും ചെയ്യുന്നു. പ്രേക്ഷകർ വളരെയധികം നന്നായി തന്നെ ആ വാക്കുകളെ ഏറ്റെടുക്കാറുണ്ട്. അങ്ങനെയാണ് രാഹുൽ ഇന്ന് ഈ കാണുന്ന രീതിയിലേക്ക് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായി മാറിയത്. അദ്ദേഹം പങ്കുവയ്ക്കുന്ന പോസ്റ്റുകളും ഇത്തരത്തിൽ എല്ലാവരെയും ഇൻഫ്ലുവൻസ് ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നതെന്നും പറയാം. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി ഇത് മാറുകയും ചെയ്യുന്നത് വളരെ വലിയ കാര്യമാണെന്ന് കൂടി പറയണം. പ്രേക്ഷകർക്കും അത് മനസ്സിലാകുന്നുണ്ട്. സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വളരെയധികം വ്യക്തമായി തന്നെയാണ് പറയുന്നത്. ഓരോ തവണയും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇത്തരത്തിലുള്ള വാർത്തകൾ കൊണ്ട് തന്നെയാണ് എന്ന് പറയാം. സോഷ്യൽ മീഡിയയിൽ ആരാധകർ വളരെയധികം സ്നേഹത്തോടെയാണ് ഏറ്റെടുക്കുകയും ചെയ്യുന്നത്. പ്രേക്ഷകർ വളരെയധികം തന്നെ സമ്മാനത്തോടെയും സ്നേഹത്തോടെയും ഏറ്റെടുക്കുന്ന ഒരു വാർത്ത വളരെയധികം പ്രേക്ഷകർക്കും ഏറ്റെടുക്കാൻ പറ്റുകയും ചെയ്യുന്നുണ്ട്. കാരണം ശ്രീവിദ്യയെ വളരെയധികം സ്നേഹത്തോടെ അദ്ദേഹം പരിപാലിക്കുന്നു, സ്നേഹത്തോടെ കഴിയുന്നു എന്നത് തന്നെയാണ് എല്ലാവരും ഏറ്റെടുക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണം. കൂടുതൽ സിനിമ, സീരിയൽ, ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.